എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ടു ആൾ ആൻഡ് ഗുഡ് മോർണിംഗ് ടു ആൾ മൈ യൂട്യൂബ് വ്യൂവേഴ്സ്. എല്ലാവർക്കും സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഭാഷയിൽ സ്വാഗതം. നമ്മള് അടുത്ത കാലത്തായിട്ട് പലപ്പോഴും ടെക്നിക്കുകൾ അല്ലെങ്കിൽ പണത്തെ പറ്റി പറയുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ വ്യൂസും കുറവാണ്. പക്ഷെ ടെക്നിക്കൽ യഥാർത്ഥത്തിൽ യൂട്യൂബ് കേൾക്കുന്ന ആരോട് പറയാനുള്ളത്, ടെക്നിക്കുകൾ യഥാർത്ഥത്തിൽ പറയാത്തത് കൊണ്ടല്ല, പബ്ലിക്കിലേക്ക് പറയുന്നില്ല എന്നതാണ് അർത്ഥം. കാരണം ഇവിടെ ക്ലാസ്സിലുള്ളവർക്കും കൊടുക്കണ്ടേ കുറച്ച്. അതുകൊണ്ട് ക്ലാസ്സിലുള്ളവർക്കാണ് കൂടുതലായിട്ട് നമ്മൾ ഇപ്പോ അതിന്റെ അപ്പുറത്തേക്ക്, ടെക്നിക്കലിന്റെ അപ്പുറത്തേക്ക് നമ്മൾ മറ്റൊരു തലത്തിലേക്ക് യാത്ര തുടങ്ങുകയാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ മാനിഫെസ്റ്റേഷൻ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതിനെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ മാനിഫെസ്റ്റേഷൻ യഥാർത്ഥത്തിൽ സംഭവ്യമാവണമെങ്കിൽ, എന്നും നിത്യവും സംഭവ്യമാവണമെങ്കിൽ, നമ്മളുടെ വൈബ്രേഷൻ, നമ്മളുടെ ഊർജം അതുമായി താതാത്മ്യം അല്ലെങ്കിൽ അതുമായി ചേർന്ന് നിൽക്കണം എന്നുള്ള തത്വം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും മെഡിറ്റേഷനും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഈ ടെക്നിക്കുകൾ ഉപയോഗിക്കുമ്പോഴുള്ള ഗുണവും ദോഷവും എന്താണെന്ന് വെച്ചാൽ, ടെക്നിക്ക് ഒരു ലോട്ടറി ടിക്കറ്റ് ആണ്, പക്ഷെ മറ്റത് ഒരു ബ്ലാങ്ക് ചെക്കാണ്. ഏതാണ്? നിങ്ങൾ നിത്യവും പ്രാക്ടീസ് ചെയ്ത് ഊർജത്തെ ഉയർത്തി അബൻഡൻസ് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ നിൽക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ബ്ലാങ്ക് ചെക്കാണ്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും ആവശ്യമുള്ള സമയത്തൊക്കെ എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്ലാങ്ക് ചെക്ക് ബുക്കാണ്. ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാത്രം ചെയ്തു പോകുന്ന ഒരു സിംഗിൾ ലോട്ടറി ടിക്കറ്റാണ്. ചിലപ്പോൾ അതൊരു വലിയ എമൗണ്ട് അടിക്കും, ചിലപ്പോൾ ചെറിയ എമൗണ്ട് അടിക്കും, ഒക്കെ സംഭവിച്ചെന്ന് വരാം. പക്ഷെ ടെക്നിക്ക് ഇൻസ്റ്റന്റ് മാത്രം റിസൾട്ട് നൽകുന്ന ഒരു സംഭവമാണ്. പക്ഷെ നിത്യവും നമുക്ക് വേണ്ടത് അബൻഡൻസ് ആണ്. നമുക്ക് വേണ്ടത് വൺ ടൈം മണി അല്ല, വൺ ടൈം ഉള്ള ഒരു സമ്പത്തല്ല, വൺ ടൈം ഉള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല, വൺ ടൈം ആയിട്ടുള്ള ഒരു ഗെയിൻ അല്ല, ഒരു എന്താ പറയാ, ഒരു ഉന്മയല്ല. നമുക്ക് എന്നും നിലനിൽക്കേണ്ട മേന്മയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ അത് സാധ്യമാവണമെങ്കിൽ നമ്മളുടെ നിലവിലുള്ള ആ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, നമ്മളുടെ ദാരിദ്ര്യ മെന്റാലിറ്റിയെ മാറ്റാൻ നമുക്ക് സാധിക്കണം. അതിന് നിത്യമായ പല സാധനാകർമ്മങ്ങൾ അല്ലെങ്കിൽ ക്രിയകൾ അല്ലെങ്കിൽ റിച്വൽസ് നമ്മൾ പാലിച്ച് ഉയർത്തിക്കൊണ്ടുവരണം. ഈ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രക്രിയക്കാണ് ഇപ്പോൾ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ടെക്നിക്കൽ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കുറഞ്ഞു കാണുന്നത്. ടെക്നിക്കൽ ഇഷ്ടം പോലെ ഉണ്ട്, ഇനി എത്ര വേണമെങ്കിൽ തരാനുള്ള ടെക്നിക്കൽ ഉണ്ട്. പക്ഷേ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കില്ല. അപ്പൊ ശാശ്വതമായ മാറ്റം സംഭവിക്കണമെങ്കിൽ നമ്മൾ തത്വം അറിയണം, അതിനനുസരിച്ചുള്ള ക്രിയകൾ അറിയണം, അല്ലെ ആക്ഷൻസും കൂടി അറിയണം. അപ്പോൾ നമുക്ക് കൃത്യമായ റിസൾട്ട് വരും. ഇന്നലെ ഞാൻ ബിസിനസ് ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രണ്ട് കാര്യമാണ്. എല്ലാവർക്കും പണം വേണം, ബിസിനസ്സിൽ ലാഭം വേണം. എന്താണ് ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിർവചിക്കാൻ ശരിയായ രീതിയിൽ അറിയുന്നില്ല. അപ്പോൾ അവിടെയാണ് മാറ്റം ഉണ്ടാക്കേണ്ടത്, അല്ലെ? ലാഭം ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ ചെലവുകളും വരവുകളും ഒക്കെ കൃത്യമായി അറിയുന്നവന് മാത്രമേ പറ്റുള്ളൂ, അല്ലാത്തവന് അതിനോട് കാര്യമില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ മുഴുവൻ സംഭവങ്ങളും. നമുക്ക് എത്ര നേടാൻ, എത്ര നമുക്ക് വരുമാനമുണ്ട്, എത്ര നമുക്ക് ചെലവുണ്ട് എന്നത് കൃത്യമായി അറിയാത്ത ഒരാൾക്ക് ജീവിതത്തിൽ സമ്പാദ്യം വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാധ്യമാകും? വരവ് മൈനസ് ചെലവ് ബാലൻസ്, അതല്ലേ സമ്പാദ്യം എന്ന് പറയുന്നത്. അല്ലാത്ത സമ്പാദ്യം ഒന്നും സംഭവിക്കില്ലല്ലോ. ഇത് രണ്ട്, വരവ് എത്രയാണെന്ന് അറിയില്ല, ചെലവ് എത്രയാണെന്നും അറിയില്ല. ഒരു കാര്യം അറിയാം, എന്റെ കയ്യിൽ കാശില്ല എന്ന് മാത്രം അറിയാം. ഇത് പോസിബിൾ ആയ കാര്യമല്ല. അതിനൊരു ഒരു മെത്തഡോളജി ഇല്ല. കാരണം നമ്മൾ മനുഷ്യരാണല്ലോ, ആ മനുഷ്യന് പറ്റിയ ഒരു മെത്തഡോളജി അതില്ല. ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ്, രണ്ടു കാലത്ത് തന്നെ ഉണ്ട് അവര്, പക്ഷെ അവരെ വിളിക്കുന്ന പേരാണ്, ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യുക ആരാന്നുള്ളത്. ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടുന്ന ആരാണോ അവരെ പോലെ ആയിരിക്കും നമ്മൾ. അപ്പൊ അവിടെ സമ്പാദ്യം ഇല്ല എന്ന് പറഞ്ഞിരിക്കാൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ആവരുത്. നമ്മുടെ ജീവിതം നമ്മുടെ കൈവെള്ളയിലായിരിക്കണം. നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതിലൂടെയാണ്. അപ്പൊ മനസ്സിനെ പാകപ്പെടുത്തുന്ന ടെക്നിക്സ് ഒന്നും വേണ്ട, ടെക്നിക്സ് എല്ലാം ഓട്ടോമാറ്റിക് വന്നോളൂ. മനസ്സ് പാകപ്പെട്ടു കഴിഞ്ഞാൽ ടെക്നിക്ക് ഓട്ടോമാറ്റിക് ഉണ്ടാകും. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്
ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് നടത്തുകയും നിങ്ങൾ തിരിച്ചറിവുണ്ടായും ഇനി ഇത്തരം മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ ഉയർത്താനായിട്ടുള്ള അതിമനോഹരമായ അല്ലെങ്കിൽ സയന്റിഫിക്കൽ ആയിട്ടുള്ള ബ്രെയിനിന്റെ ഫ്രീക്വൻസിയെ ഷിഫ്റ്റ് ചെയ്യുന്ന, പാകപ്പെടുത്തുന്ന ഒരു കാര്യത്തെ പഠിപ്പിക്കാനാണ്. അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ അല്ലെ? ഇത്രയും കേട്ടപ്പോ എല്ലാവരും കുറെ സമയമായില്ലേ? കേക്ക് ടൈപ്പ് ചെയ്തോളൂ. റെഡി ആണെങ്കിൽ ടൈപ്പ് ചെയ്തോളൂ. ടൈപ്പ് ചെയ്താൽ മാത്രം ഇന്ന് നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത എന്നാൽ എല്ലാവർക്കും അറിയുന്ന ഒരു സാങ്കേതിക വിദ്യയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നിത്യവും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന അത്രയും വിപുലമായ, ഓരോ ഭാരതീയനും അഭിമാനിക്കേണ്ട ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് പറഞ്ഞു പോകുന്നത്. ഇതെല്ലാം നമ്മൾ ഏത് ടെക്നിക്ക് ലോകത്ത് എവിടെ കേൾക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം നമ്മുടെ തത്വങ്ങൾ തന്നെയാണ്. ആ തത്വങ്ങളിലേക്ക് നമ്മൾ എപ്പോഴിറങ്ങിച്ചെല്ലുന്നുവോ അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുന്നത്. കാരണം ഇത് അറിഞ്ഞവൻ മാത്രമേ ജീവിതത്തിൽ സമ്പന്നൻ അല്ലെങ്കിൽ എത്ര ഗംഭീരമായിട്ടുള്ള സമ്പത്തിനുടമയായിട്ടുള്ളൂ എന്നുള്ള സത്യം അറിയണം. അല്ലാത്തവനൊരുത്തനും ഇതിനെ അംഗീകരിക്കുകയും ഇതിനെ അഭിമാനിക്കുക അല്ലെങ്കിൽ ഇതിൽ രമിക്കുകയും ചെയ്യാത്തവൻ ഒരിക്കലും ശാശ്വതമായിട്ടുള്ള ഒരു സമ്പത്തിനുടമയായിട്ടില്ല എന്നുള്ള തത്വം അറിയണം. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ ഋഷി പരമ്പരയിലൊക്കെ പോണ്ടി വരും. അത്രയും ബൃഹത്തായ ഒരു സംഭവമാണ്. ഇനിയുള്ള ദിവസങ്ങൾ അധികം ഇത്തരം കാര്യങ്ങളെയായിരിക്കും കൂടുതൽ സംസാരിക്കുക. അപ്പൊ എല്ലാം റെഡി ആണല്ലോ ക്ലാസ്സിലേക്ക് അല്ലെ? ഇന്ന് ചെറിയ ഒരു ചെറിയതാണോ വലുതാണോ എന്ന് എനിക്കെന്നറിയില്ല. പറഞ്ഞു വരുമ്പോ എങ്ങനെയായിരിക്കും എന്നറിയില്ല. കാരണം സാധാരണ പറയുന്ന പോലെ പറയാനും പറ്റില്ലത്. തെറ്റുകൾ ഒന്നും വരാതിരിക്കട്ടെ എന്നുള്ള ഒരു ആദ്യമായിട്ട് തന്നെ ഒരു പ്രിക്വേഷൻ ഞാൻ എടുക്കുകയാണ്. കാരണം അങ്ങനെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാൻ ഞാൻ അതിനകത്ത് അത്രയും പണ്ഡിതനല്ല. എങ്കിലും ചില സത്യങ്ങൾ നമ്മൾക്ക് എന്റെ അറിവിനനുസരിച്ച് എന്റെ ജ്ഞാനത്തിനല്ല, ഞാൻ എന്റെ അറിവിനനുസരിച്ച് ഒന്ന് പറഞ്ഞു പോകാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും റെഡിയാവുക, എല്ലാവരും കേൾക്കാൻ റെഡിയാവുക. നിങ്ങൾ എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്? അത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. അത് നിങ്ങൾ എല്ലാവരും മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വാക്കായതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും സാധാരണക്കാരൻ ചിലപ്പോൾ അർത്ഥം മനസ്സിലാവില്ലായിരിക്കും. അർത്ഥം ഇത്രയേ ഉള്ളൂ. വളരെ വിശേഷമായിട്ടുള്ള ഒരു സംഭവത്തെയാണ് ഈ മാനിഫെസ്റ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും, പക്ഷെ നമ്മൾ അധികം ആഗ്രഹിക്കുന്ന സ്വത്ത്, സന്തോഷം, നല്ല ബന്ധങ്ങൾ, ആത്മീയത, വിനോദം, ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ എന്ത് തന്നെ ആയിക്കോട്ടെ, XYZ എനിത്തിങ്, അത് എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാം, അല്ലെങ്കിൽ എങ്ങനെ അത് സംഭവ്യമാകുന്നു എന്ന് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കുന്ന ഒരു വാക്കാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് യാഥാർത്ഥ്യമായി മാറുന്നു എന്നുള്ള തത്വം. അപ്പൊ ഇത് പുതിയൊരു ആശയമായിട്ടൊന്നുമല്ല. നമ്മളൊക്കെ കേൾക്കാൻ തുടങ്ങിയത് ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ കേൾക്കാൻ തുടങ്ങിയത് അടുത്ത കാലത്താണ്. പക്ഷേ ഇതിന്റെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ യുഗങ്ങളായിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട്, അത് എന്താ പറയാ, 5000, 6000, 7000 വർഷം എന്നൊക്കെ തൽക്കാലം അത്രയൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഈ 6000, 7000 വർഷം നമ്മൾ ചിന്തിക്കുന്നില്ല കേട്ടോ. അതിനേക്കാളും ഗംഭീരമാണ്. നമ്മളൊക്കെ 40, 50, 70 വയസ്സ് വരെയൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ 6000, 7000 വർഷം മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ച് നോക്കുക എത്രത്തോളം ആയിരിക്കും ആ ജനവിഭാഗത്തിന്റെ പ്രത്യേകത. അപ്പൊ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതീയ വേദാന്തത്തിലൊക്കെ വിശദമായി പ്രതിപാദിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഭഗവത്ഗീതയിൽ തന്നെ കൃഷ്ണൻ പറയുന്ന കാര്യം യഥാ മാനസ ഭാവയതി തഥാ ഭവതി എന്ന് പറയുന്നത്. അല്ലാതെ മനുഷ്യൻ ഇത്രേ ഉള്ളൂ. മനുഷ്യൻ തന്റെ മനസ്സിൽ എങ്ങനെ ചിന്തിക്കുന്നുവോ അവൻ അതുപോലെ ആയിത്തീരുന്നു എന്നുള്ളത്. ഇതാണ് നമ്മുടെ എല്ലാ അടിസ്ഥാന തത്വം. എല്ലാത്തിന്റെ അടിസ്ഥാന തത്വം ഇത് തന്നെയാണ്. നിങ്ങൾ ഏത് ദേവനെ എടുത്താലും ഏത് ദൈവത്തെ എടുത്താലും എല്ലാത്തിന്റെ അടിസ്ഥാന തത്വം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയാണോ ആ ദേവനെ കാണുന്നത് അങ്ങനെയായിരിക്കും ആ ദേവന്റെ കടാക്ഷം നിങ്ങളിലേക്ക് ഉണ്ടാവുന്നത്. അത്രേ ഉള്ളൂ. വ്യത്യാസം മറ്റൊന്നുമില്ല. അതിനകത്ത് വ്യത്യസ്തമായി വരുന്നത് നമ്മൾ ചിന്തിക്കുന്നത്. ചിലവർക്ക് മുത്തപ്പനെ കാണുമ്പോൾ ഭംഗിയായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ, ആരാധനയായിരിക്കാം. ചിലവർക്ക് അത് ലഹരിയായിരിക്കാം. അല്ലെങ്കിൽ ചിലവർക്ക് ശിവനെ പൂജിക്കുമ്പോൾ ആത്മീയമായിട്ടുള്ള ഉണർവായിരിക്കാം, അല്ലെങ്കിൽ നല്ല ഉണർവായിരിക്കും. നല്ലതെന്ന് വെച്ചാൽ ശൈവ ഉണർവായിരിക്കാം. മറ്റുള്ളവർക്ക് അത്
മറ്റൊരു രൂപത്തിലയക്കാം. അതെല്ലാം അവനവന്റെ മനസ്സിന്റെ ഭാവനയനുസരിച്ച് മാറും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഞാനിപ്പോ ഈ ക്ലാസ്സിൽ ഇതിനെപ്പറ്റി പറയുന്നു വെച്ച് കഴിഞ്ഞാല്, നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ആധുനിക ശാസ്ത്രം തെളിയിച്ച സംഭവമാണ്. പക്ഷെ വേദാന്തത്തിൽ ഇതിന്, അല്ലെങ്കിൽ ചിന്തകളിൽ നിന്നാണ് മനുഷ്യന്റെ എല്ലാം ഉണ്ടാവുന്നത് എന്ന് സയൻസ് പറയുന്നു. തോട്ട്സ് ഈസ് ദ ക്രിയേറ്റർ, അല്ലെങ്കിൽ തോട്ട്സ് ആണ് എല്ലാം എന്ന് സയൻസ് പറയുന്നു. പക്ഷെ അതിന് കാലങ്ങൾ മുമ്പ് ചിത്തശുദ്ധി എന്ന് നമ്മൾ വിളിച്ചിരുന്നു. അപ്പൊ ചിത്തശുദ്ധി എന്ന് പറയുന്നത് മനസ്സിനെയും പ്രാണനെയും ഏകീകരിക്കുന്ന ഒരു സംഭവമാണെന്ന് അന്ന് കാലത്ത് തന്നെ പറഞ്ഞു. അല്ലെങ്കിൽ ചിന്തകളിൽ നിന്നാണ് നമ്മുടെ പ്രാണനും മനസ്സും നയിക്കുന്നത്, അല്ലെ? നിങ്ങൾക്ക് ഇപ്പൊ ജസ്റ്റ് പ്രാണനെ പറ്റി പറയുമ്പോൾ ചിന്തയിൽ നിന്നാണ് പ്രാണന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ആലോചിക്കാം, നിങ്ങൾ അതായത് ശ്വാസം, പ്രാണനാകുന്ന ശ്വാസം അകത്തോട്ട് പോകുന്നത് എവിടേക്കൊക്കെ എങ്ങനെയൊക്കെ പോകുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിച്ച് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലേ? നിങ്ങൾ ചിന്തയിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. ചിന്തയിൽ നിന്നും നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും പ്രാണൻ എങ്ങോട്ടൊക്കെ പോകുന്നു. അപ്പൊ ചിന്തയാണ് പ്രാണനെയും നിയന്ത്രിക്കുന്നത്, അപ്പൊ മനസ്സിനെയും നിയന്ത്രിക്കുന്നത്. അത് തന്നെയാണ് സയൻസും പറഞ്ഞത്. തോട്ട്സ്, സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും ഒക്കെ തോട്ട്സിന്റെ വിഭാഗങ്ങളാണ് എന്നുള്ളത്. അപ്പൊ ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കാം. അപ്പൊ ഞാൻ ഇതിനെ പറഞ്ഞു വരുന്നത് പറ്റുന്നില്ല, ഞാൻ നീട്ടുന്നില്ല. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിൽ ഒരു വിശ്വാസം രൂപപ്പെട്ടാൽ, കൃത്യമായി മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിന്റെ രംഗങ്ങളിൽ ആഴങ്ങളിൽ ഒരു വിശ്വാസം രൂപപ്പെട്ടാൽ ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിന്റെ ചില അനുഭവങ്ങളായി മാറുക തന്നെ ചെയ്യും. യാതൊരു തർക്കവും ഇല്ല. ദാറ്റ് വിൽ ഹാപ്പൻ. ഇതാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വേദാന്തം പറഞ്ഞിട്ടുള്ളത് മനസ്സിനെ നിയന്ത്രിക്കുന്നതും അതിനെ ദൈവമായി കാണുന്നതും വളരെ പ്രധാനമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി എന്നും മറ്റൊക്കെ പറഞ്ഞ് നമ്മൾ അകത്തോട്ട് നോക്കാനും, അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്നും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ആ സൂപ്പർ കോൺഷ്യസിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നും പറഞ്ഞത്. അപ്പൊ ഉപബോധ മനസ്സിനെ സമൃദ്ധമായി ബന്ധിപ്പിക്കുന്ന ഒരു ഹിമാലയൻ മന്ത്രത്തെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സമൃദ്ധി എവിടെയാണ് ഉണ്ടാവുന്നത്? മനസ്സിലാണ്. പക്ഷെ ഇത് മനസ്സിൽ സമൃദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ ഈ ദാരിദ്ര്യം അനുഭവിക്കുന്ന അവസ്ഥ, സമൃദ്ധി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് നമ്മൾ സമൃദ്ധിയുള്ളവരായി മാറും. അതിന് യാതൊരു തർക്കമില്ല. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യപ്പെട്ടത്, അങ്ങനെയാണ്. പക്ഷേ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ചെയ്യാനായിട്ട് ഒരുപാട് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും കൃത്യമായി അത് ഫോളോ ചെയ്യാതിരിക്കുമ്പോൾ വീണ്ടും അത് തിരിച്ചു പോകുന്നു, പഴയതിലേക്ക് പോകുന്നു. അവിടെയാണ് ഞാൻ പുതിയൊരു ശാസ്ത്രീയമായിട്ടുള്ള ശബ്ദ ഫ്രീക്വൻസിയുമായി വന്നത്. ഏറ്റവും പുരാതനം, വളരെ രഹസ്യമായിട്ട്, വളരെ രഹസ്യമായിട്ട് ഹിമാലയൻ സന്യാസിമാർ മാത്രം, അവർക്ക് എന്തിനാ സമൃദ്ധി എന്ന് ചോദിച്ചാൽ പണമല്ല അവര് സമൃദ്ധി കേട്ടോ. അവര് പണത്തിന്റെ സമൃദ്ധിയല്ല, സുഖലോലുപതയുടെ, അതായത് സുഖമായിട്ട്, സുഖം എന്ന് പറയുന്നാൽ ആട്ടുമഞ്ചിൽ കയറിയിരിക്കുന്നതല്ല സുഖം എന്ന് പറയുന്നത്. സുഖം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം തികഞ്ഞ സന്തോഷകരമായിട്ടുള്ള ആത്മാനുഭൂതി ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടാനായിട്ട് അവർ സമൃദ്ധിയാണ്. അപ്പോഴാണ് അവർ സമൃദ്ധി അനുഭവിക്കുന്നത്. അതിനുപയോഗിക്കുന്ന മന്ത്രങ്ങളുണ്ട്. ഇതിന് കൃത്യമായ ശബ്ദക്രമത്തിലൊക്കെ നമ്മൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് കൃത്യമായി നമ്മൾ കേട്ടുകഴിഞ്ഞാൽ, അതിന്റെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ കേട്ടുകഴിഞ്ഞാൽ ഓരോ ഫ്രീക്വൻസിയും നമ്മുടെ ഷിഫ്റ്റ് ചെയ്യുന്ന ബ്രെയിനിലെ എല്ലാ ഫ്രീക്വൻസിയും പല ക്ലാസ്സിൽ ഞാൻ പറയുന്നത്. കാരണം എനിക്കിവിടെ പറയുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഇത് വലിയൊരു സംഭവത്തെ പറ്റി ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മുടെ സമൃദ്ധി എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഫ്രീക്വൻസി നമ്മൾ ലോവർ സൈഡ് ഫ്രീക്വൻസി ഉണ്ടാവും. മനസ്സൊരു വിസ്മയത്തിൽ കൃത്യമായ ഫ്രീക്വൻസി ഒക്കെ പറ്റി പറയുന്നുണ്ട്. അത് നോക്കിയാൽ മതി. നമ്മൾ ലോവർ സൈഡ് ഫ്രീക്വൻസിയിലുള്ള ഒരാൾക്ക് സമൃദ്ധി എന്ന് പറയുന്ന അപ്പർ സൈഡ് ഫ്രീക്വൻസിയിൽ എത്താൻ പറ്റില്ല. അത് സാധ്യമാവില്ല. ഏത് കോൺഷ്യസ്ലി ബോധ മനസ്സിൽ സാധ്യമാവില്ല. കാരണം ബോധ മനസ്സ് ഇതിനെ ഫിൽട്ടർ ചെയ്യും. ഞാനതല്ലല്ലോ എന്ന് പറഞ്ഞ് ഫിൽട്ടർ ചെയ്തിന് ഒഴിവാക്കി കളയും. ഞാനൊരു പണക്കാരനാണെന്ന് നമ്മൾ അഫർമേഷൻ എഴുതുമ്പോൾ, നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോധ മനസ്സ് പറയും, നമ്മുടെ ബോധ മനസ്സുകൊണ്ട് നമ്മൾ ഇത് എഴുതുന്നു. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയാണ്, നീ പണക്കാരനല്ലല്ലോ. അവിടെ ഫിൽട്രേഷൻ നടക്കും.
നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ അകത്തോട്ട് പോകുമ്പോൾ അവിടെ ഫിൽട്രേഷൻ നടക്കും. കാരണം അകത്തുള്ളതും പുറത്തുനിന്ന് ചെയ്യുന്നതും തമ്മിൽ രണ്ടും രണ്ടാണ്. അപ്പൊ അവിടെ ഫിൽട്രേഷൻ നടക്കുകയും അത് എന്താണോ സബ് കോൺഷ്യസ് ഉള്ളത് അത് വീണ്ടും നമ്മൾ കോൺഷ്യസ്ലി ചെയ്ത് റിജക്ട് ചെയ്യുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ സംഭവിക്കുന്നത്. ഇതാണ് ബ്രെയിനിന്റെ സിസ്റ്റം. അപ്പോൾ ബ്രെയിൻ ബീറ്റ ഫ്രീക്വൻസിയിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ കോൺഷ്യസ് മൈൻഡ് ആക്ടിവേറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ പക്ഷെ അവിടെ നമ്മൾ ഫ്രീക്വൻസി ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതേ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ ആൽഫ ഫ്രീക്വൻസിയിൽ പോയിട്ട്, അതുകൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അഫർമേഷൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഹൃദിസ്ഥമാവാൻ പറ്റും, ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ മെഡിറ്റേഷനും എൻഡ് മെഡിറ്റേഷനിലും അഫർമേഷൻസ് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ 20-20 മെഡിറ്റേഷന്റെയും 1-to-1 മെഡിറ്റേഷന്റെ ഒക്കെ റിസൾട്ടിന്റെ പ്രധാന കാര്യം ഇതാണ്. നമ്മൾ മെഡിറ്റേഷൻ അകത്തൂടിയാണ്, മെഡിറ്റേഷൻ പൂർണ്ണമായിട്ട് മെഡിറ്റേഷൻ മൂഡിൽ പോകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യാണ് ഈ അഫർമേഷൻസ്. അതുകൊണ്ടാണ് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇത്ര റിസൾട്ട് കിട്ടിയത്. അവർക്ക് പോലും അറിയാതെ അവരിലിരിക്കുന്ന സാധനത്തെ എനിക്ക് എടുത്തിട്ട് ഇതല്ലേ നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിക്കാൻ പറ്റുന്നത് ആ സബ് കോൺഷ്യസ് മെഡിറ്റേറ്റീവ് മൂഡിലേക്ക് അവർ പോകുമ്പോൾ, ഹിപ്നോസിസിലേക്ക് കയറി പോകുമ്പോൾ അവിടെ നിന്ന് ഓപ്പൺ ആയി പോകും. പിന്നെ അവിടെ ആ ബാരിയർ ഉണ്ടാവില്ല, ആ ബാരിയർ പൊട്ടിച്ചു കളയും. അപ്പൊ ഈ ബാരിയറിനെ തകർത്തിട്ട് നിങ്ങളുടെ അകത്തോട്ട് ഈ സാധനത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യും. ഇതാണ് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്ന ടെക്നിക്ക്. ആ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ഓൾമോസ്റ്റ് ആൾക്കാർക്കും സംഭവിക്കുന്നത്. പിന്നെ 1-2 ആൾക്കാർക്ക് സംഭവിക്കാന്ന് വെച്ചാൽ അതിന് സമയമായിട്ടുണ്ടാവില്ല. അതിനൊരു സമയപരിമിതി ഉണ്ടല്ലോ. എല്ലാം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നടക്കണമെന്നില്ലല്ലോ. മഴ വരേണ്ട സമയത്തല്ലേ മഴ വരുള്ളൂ. മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ മഴ വരണമെന്ന് വെച്ചാൽ മഴ ചിലപ്പോൾ വന്നെന്ന് വരും, പക്ഷെ അതിന്റെ തണുപ്പ് കിട്ടിയെന്ന് വരില്ല. ഭൂമി അത്രയും ചൂടായിട്ടുണ്ട്. അതുപോലെ എല്ലായിടത്തും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നമ്മുടെ ബ്രെയിൻ ഫ്രീക്വൻസിയെ ഷിഫ്റ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഈ പറഞ്ഞ മന്ത്രം നമ്മൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെ, മന്ത്രത്തിനെ പറ്റി ഞാൻ ഒരുപാട് ക്ലാസ് പറയാനുണ്ട്. മന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഫ്രീക്വൻസിയെ ഷിഫ്റ്റ് ചെയ്യും, അതിനെ വേണ്ട രീതിയിൽ മാറ്റുകയും ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസ് അല്ലെങ്കിൽ ന്യൂറോൺസിനെയൊക്കെ കൃത്യമായ രീതിയിൽ അലൈൻ ചെയ്യാൻ പറ്റുന്ന അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇന്ന് വരെ ലോകത്തില്ല. താളലയം എന്ന് കേട്ടിട്ടില്ല. അതുപോലെ സൗണ്ട് അത്ര കണ്ട് ഫ്രീക്വൻസി ഇതാണ് അതിനകത്ത്. അപ്പൊ അതിനുവേണ്ടി മന്ത്രത്തിന് പകരം ഇന്നത്തെ ആധുനികമായ ശാസ്ത്രം ഉപയോഗിക്കുന്ന സൗണ്ട് ഫ്രീക്വൻസിയാണ്. സൗണ്ട് ഇസ് എ ഫ്രീക്വൻസി. അതേ സൗണ്ട് ഫ്രീക്വൻസി ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോ ആധുനിക ലോകം ചികിത്സ തന്നെ നടത്തുന്നത്. ന്യൂറോൺസിന്റെ, ഇപ്പൊ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ന്യൂറോൺ നമ്മുടെ ബോഡിയിലെ ന്യൂറോൺസിന്റെ പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാല്, ബ്രെയിൻ ന്യൂറോൺസ് ആയിക്കോട്ടെ, നമ്മുടെ മറ്റ് ശരീരത്തിന്റെ നരമ്പുകൾക്ക് ബ്ലോക്കേജുകളും വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സൗണ്ട് തെറാപ്പിയാണ്. ഓഡിയോ അല്ല, സൗണ്ട് തെറാപ്പി എന്ന് പറയുന്ന ഫ്രീക്വൻസി ഉള്ള മ്യൂസിക് കേൾപ്പിച്ചുകൊണ്ട് ബ്രെയിനിന്റെ വേവ്സിനെ ചേഞ്ച് ചെയ്യുക. അത് എഫക്റ്റീവ് ആണ്. അതിനെപ്പറ്റി കൃത്യമായ റിസർച്ച് ഒക്കെ നമുക്ക് ഒരു ദിവസം ക്ലാസ്സിലേക്ക് വേണമെങ്കിൽ പറഞ്ഞു തരാം ഞാനത്. ഇത് അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള, അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ അത്തരം പവിത്രമായിട്ടുള്ള ശബ്ദവീചികളിലൂടെ നമുക്ക് ഈ കാര്യങ്ങളെ കൂടുതൽ എഫക്റ്റീവായിട്ട് നമ്മളിലേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് നിത്യവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നിത്യവും നിങ്ങൾ എളുപ്പത്തിൽ ഇതിന് ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. നാളെ രാത്രി നമുക്ക് ഒരു മെഡിറ്റേഷൻ വെക്കാം. ഇതല്ല, മറ്റൊരു ഉദാഹരണത്തിൽ തരാനുള്ള ഒരു മെഡിറ്റേഷൻ വെക്കാം. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു നോക്കുക. ദിവസവും ശരിയായ രീതിയിൽ കൃത്യമായ ഉച്ചാരണത്തിലൂടെ ഓം എന്ന ശബ്ദം ഉച്ചരിക്കുന്നയാളുടെ അവരുടെ ജീവിതചര്യയും ശരീരവും സമ്പത്തിന്റെ അവസ്ഥയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ശരിയായ രീതിയിൽ ഓം എന്ന ശബ്ദം എന്താ പറയാ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ ജീവിതത്തിലെ അവസ്ഥ ഒന്ന് നടന്നു നോക്കിയാൽ മതി. എന്താണെന്നറിയോ? ഒന്നാമത്, അത്തരം സ്റ്റേറ്റിൽ ഉള്ള ആൾക്കാർ മാത്രമേ അത് പ്രാക്ടീസ് ചെയ്യുള്ളൂ, അല്ലാത്തവൻ അതിന്റെ വഴിക്കേ പോവില്ല എന്ന് ഒന്നാമത്തെ സത്യം. രണ്ടാമത്തെ സത്യം, പ്രാക്ടീസ് ചെയ്തവൻ എങ്ങനെയായാലും അതിന്റെ ദിനചര്യയിൽ നിൽക്കുക തന്നെ ചെയ്യും. അവന് ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവുകയും ചെയ്യും. ഇതെന്ന് പറയുന്ന ഓം എന്ന് പറയുന്ന ദൈവം കൊണ്ട് തരുന്ന സംഭവത്തെ പറ്റി അല്ല ഞാൻ പറയുന്നത്. ഓം എന്ന് പറയുന്ന ശബ്ദം പ്രപഞ്ചനാഥമാണ്. ആ പ്രപഞ്ചനാഥത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രപഞ്ചത്തിലെ എല്ലാ ഫ്രീക്വൻസിയും അതാത് തലങ്ങളിൽ ഇവിടെ വൈബ്രേറ്റ് ചെയ്യും. ഇവിടെ എന്ന് വെച്ചാൽ ഹൃദയത്തിലല്ല, ബ്രെയിനിൽ വൈബ്രേറ്റ് ചെയ്യും. നമ്മുടെ വിശുദ്ധി ചക്ര ആക്ടിവേറ്റ് ആവും.
നിങ്ങൾ ശരിക്കൊന്ന് ഓം എടുത്ത് നോക്കിയാൽ, നാളെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് കാണിച്ചാൽ നാളെ വൈകിട്ട് നമുക്ക് അതിന്റെ ഒരു മെഡിറ്റേഷൻ വെക്കാം. പ്രാക്ടീസ് ചെയ്ത് ആ വൈബ്രേഷൻ മാറും. കുറുനാവിനകത്തു നിന്ന് വരുന്ന ശബ്ദം അറിയാൻ പറ്റും. ആ ശബ്ദം തലക്കകത്തുള്ള വൈബ്രേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. തലക്കകത്തുള്ള ഫ്രീക്വൻസി ഇങ്ങനെ ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. വെറുതെ ഓ ഓ എന്ന് പറയുന്ന പോലെയല്ല, അതിൽ കൃത്യമായ ഉച്ചാരണത്തിൽ, അതിന്റെ കൃത്യമായ ഉച്ചാരണം എന്നാണോ അതിന് പറയാ, വാക്ക് മറ്റെന്തോ അല്ലേ, എനിക്ക് ആ വാക്കുകൾ, ചില വാക്കുകൾ കിട്ടുന്നില്ല. ഉച്ചാരണം ഒന്നും പോരാ, അതിന് പറ്റും. അതിനെ കൃത്യമായി സാധനം ചെയ്തു കഴിഞ്ഞാൽ, സാധനം ചെയ്ത, അപ്പൊ ഇത് വളരെ എഫക്റ്റീവ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ വളരെ കുറേ ദിവസങ്ങളായി ആലോചിക്കുന്ന കാര്യമാണ്, കുറേ ദിവസങ്ങൾ ആലോചിക്കുന്ന കാര്യമാണ് സാധനം. അത് തന്നെ സാധകം ചെയ്യുക എന്ന് പറയുന്നത് കുറേ ദിവസങ്ങൾ ആലോചിക്കുന്ന കാര്യമാണ്. കാരണം പല ആൾക്കാരും നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ വന്നിട്ട് നിത്യവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ റിസൾട്ട് കിട്ടുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ ഒരു ടെസ്റ്റ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സാറ്റ്സ് ഓഡിയോ നിങ്ങൾക്ക് തന്നത്, ഓർമ്മയുണ്ടല്ലോ? സാറ്റ്സ് ഓഡിയോ തന്നു. ആ ഓഡിയോ തന്നിട്ട് അത് കൃത്യമായി ഉപയോഗിച്ച ആൾക്കാർക്ക് എല്ലാവർക്കും റിസൾട്ട് കിട്ടും. കൃത്യമായി ഉപയോഗിച്ചവരാരും റിസൾട്ട് കിട്ടാതെയില്ല. അതിന്റെ ഞാൻ ഒരു ദിവസം കൂടി അതിന്റെ ക്ലാസ് വീണ്ടും വെക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും. പലർക്കും അത് ഉപയോഗിക്കാൻ അറിഞ്ഞില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർക്ക് വീണ്ടും വെക്കുന്നുണ്ട്. 100% കൊണ്ട് റിസൾട്ട്. എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അതിനനുസരിച്ച് പാകപ്പെടുകയാണ് ചെയ്തത്. നിങ്ങൾ നിത്യവും കേട്ടോളൂ. ഞാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്, ഞാൻ എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ ഉറക്കത്തിൽ, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കേൾക്കാറില്ല, ഇടക്ക് ഓൾമോസ്റ്റ്, അല്ലെങ്കിൽ കിടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ രാത്രി ആണ് ആകെ കൂടി സംസാരിക്കാൻ സമയം കിട്ടുന്ന ബെഡിൽ. എന്നാൽ അതുകൊണ്ട് ചില സമയത്തില്ല, പക്ഷെ ഓൾമോസ്റ്റ് എന്താ ആഴ്ചയിൽ 2-3 ദിവസമോ, ഇല്ലെങ്കിൽ രാവിലെ കിടക്കുമ്പോൾ, രാവിലെ ആയാലും ഞാൻ ഫ്രീക്വൻസി, അതായത് ബ്രെയിൻ, എന്റെ കുറെ അതുപോലത്തെ കുറെ ഫ്രീക്വൻസികൾ ഉണ്ട് എൻ്റെ ബ്രെയിൻ വേവ്സിനെ കറക്റ്റ് ചെയ്യുന്നത്. അത് പ്രാക്ടീസ്, അത് ഇട്ടിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഞാൻ കിടക്കും. അത് ഉറങ്ങുക, അതിൽ തന്നെ ആയിരിക്കും ഉറങ്ങുക. അപ്പൊ 1.5 മണിക്ക് 2 മണിക്കൊക്കെ അറിയുകയും ചെയ്യും. അറിയുമ്പോൾ വീണ്ടും നമുക്ക് മനസ്സിലാവും നമ്മൾ നല്ല ഒരു അവസ്ഥയിലുണ്ട്. ഞാൻ നിത്യവും പ്രാക്ടീസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പൊ അതുപോലെയുള്ള ഓഡിയോസ് നമ്മുടെ ബ്രെയിനിന്റെ തരംഗത്തെ വല്ലാണ്ട് സ്വാധീനിക്കുന്നു. ഇത് ഞാൻ വേറെ പറയുന്നു, ഞാൻ മാത്രം പറയണല്ല, ഇതിന്റെ സയൻസ് ആണ്. ഒരുപാട് റിസർച്ചുകൾ ഇതിനകത്തുണ്ട്. അപ്പൊ അത്തരം സാറ്റ്സ് ഓഡിയോസ് തന്നതിന് പോലെ തന്നെ ഈ ഹിമാലയം രഹസ്യമായിട്ടുള്ള ഒരു മന്ത്രം, വളരെ 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 കൃത്യമായിട്ടുള്ള 3 മന്ത്രങ്ങൾ അടങ്ങിയ ഒരു ഓഡിയോ ഞാൻ ഇന്ന് വാങ്ങിക്കുകയുണ്ടായി. വാങ്ങിക്കാന്ന് വെച്ചാൽ അത് അത്രയും ഞാൻ അത്രയും കണ്ട് കുറേ കാലങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കണം. വലിയൊരു എമൗണ്ട്, ഞാൻ മറ്റൊന്നും ആലോചിച്ചത്, വലിയൊരു എമൗണ്ട് കൊടുത്ത് ഇന്നത് വാങ്ങിച്ച് നിങ്ങൾക്കൊക്കെ തരണം എന്ന് കരുതി. കാരണം നിങ്ങൾക്ക് ദിവസവും പ്രാക്ടീസ് ചെയ്യാം. ആകെ 13.5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പുതിയ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ഞാൻ 789 റുപ്പീസിന്റെ പുതിയ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് അനൗൺസ് ചെയ്ത് കണ്ടിട്ടുണ്ടല്ലോ. അത് മുഴുവൻ ഈ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അവിടെ ടെക്നിക്ക് വേറെ പഠിപ്പിച്ചു കൊടുക്കും. നമ്മുടെ വേദാന്തവും നമ്മുടെ ചിന്താഗതികളും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ആണ്. അവിടെ വലിയ ക്ലാസ് ഒന്നുമല്ല, കുറച്ച് മാത്രം ടെക്നിക്ക് പറയും, ബാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു രീതിയാണ് പുതിയ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് പറയുന്നത്. 789 ഇപ്പോൾ ഉള്ളത്. പക്ഷെ അടുത്ത പ്രാവശ്യം ഇതായിരിക്കില്ല. കാരണം അതിൽ അത്ര കണ്ട് റിസൾട്ട് ഉണ്ടാക്കും. അതിൽ പ്രാക്ടീസ് ചെയ്ത് ഉറപ്പായിട്ട് ഇപ്പൊ പറയാം, 7 ദിവസത്തെ ക്ലാസ്സേ ഉള്ളൂ. ഉറപ്പായിട്ട് ഇപ്പൊ പറയാം, 7 ദിവസവും കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് 100% റിസൾട്ട് ഞാൻ ഗ്യാരണ്ടി. ഇല്ലെങ്കിൽ കാശല്ല, എന്നോട് പറഞ്ഞു സാറേ 1 ലക്ഷം രൂപ എനിക്ക് തരണം, റിസൾട്ട് കിട്ടിയില്ല, ഞാൻ തരാൻ തയ്യാറാണ്. 100% അത്രയും കോൺഫിഡൻസ് ഉള്ള ഒരു ക്ലാസ് ആണത്. ഞാൻ ചെറിയ എമൗണ്ട്, ഒരു മിനിറ്റ്, അത്രയും കോൺഫിഡൻസോടുകൂടിയാണ് ഞാൻ ആ ക്ലാസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓരോ ആളുടെയും അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തവരായിട്ട് ആരും ഉണ്ടാവും. ആകെ ഒരു 10 മിനിറ്റ് നേരെ ഉള്ളൂ. പിന്നെ ഇതുപോലെ കുറച്ച് ഓഡിയോസും കൂടി അതിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഓഡിയോ നിങ്ങൾക്ക് ജീവിതത്തിൽ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നിക്ക് നിങ്ങൾ ഈ ഓഡിയോ വാങ്ങിച്ച് ദിവസവും പ്രാക്ടീസ് ചെയ്യാം. മൈൻഡ് മാഗ്നറ്റ് അഫർമേഷൻ പോലുള്ള പ്രാക്ടീസിലൂടെ നിങ്ങൾക്കിത് വളരെ ലളിതമായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ, പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഇതെങ്ങനെ ചെയ്യണം എന്നുള്ള ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യണം. തോന്നിയ പോലെ കേൾക്കാൻ നിന്ന് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. കാരണം ഇത് അത്ര കണ്ട് പവിത്രമായിട്ടുള്ള പരിപാവനമായിട്ടുള്ള മന്ത്രമാണ് അതിനകത്തുള്ളത്. അപ്പോൾ തോന്നിയ പോലെ ഉപയോഗിക്കാനാണെങ്കിൽ പറ്റില്ല. ഈ മന്ത്രം വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ആ ഒരു ഓഡിയോ, അത് ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഓഡിയോ വേണമെന്നുള്ളവർക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് ലിങ്ക് ഞാൻ തരാം. ഓൺ ദ സ്പോട്ട് വർക്ക് ചെയ്യാം. വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. 299 റുപ്പീസ് മാത്രമേ അതിനുള്ളൂ. അത് ഞാൻ ഇപ്പൊ തരാം. നിങ്ങൾക്ക് ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. സാറ്റ്സ് ചെയ്യുന്നവർ സാറ്റ്സ് ചെയ്യുന്ന സമയത്തല്ല, ഇത് വേറെ, ഇത് രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യേണ്ട സാധനമാണ്.
എഴുന്നേക്കുക, ചെവിയിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഉടനെ തന്നെ ചെവിയിൽ വെച്ചോളുക. 13 മിനിറ്റ് 20 സെക്കൻഡാണ് ടോട്ടൽ. 14 മിനിറ്റോ 15 മിനിറ്റോ ഒന്ന് പ്ലേ അടക്കാം. ഇത്രയും സാധനം കേൾക്കുക, വീണ്ടും എഴുന്നേറ്റ് പൊക്കോളാം. ഇത്ര ഒറ്റ പ്രാവശ്യമുള്ള ഒരു ദിവസം 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. ബാക്കി 21 ദിവസം കണ്ടിന്യൂസ് ആയി ഫോളോ ചെയ്യണം. പക്ഷെ എല്ലാ ദിവസവും ചെയ്യണം. ഇതൊരു പ്രാർത്ഥനയാണ്, ദൈവീകമായിട്ടുള്ള പ്രാർത്ഥനയാണ്. ഇതല്ലാത്ത രീതിയിൽ ആരും ഉപയോഗിക്കരുത്. പക്ഷെ ഇത് ഏത് സമയത്ത് ഉപയോഗിക്കേണ്ട, ഏത് നിങ്ങൾക്ക് ഇന്ന സമയത്ത് ഉപയോഗിക്കരുത് എന്നൊന്നുമില്ല. പക്ഷേ അതിന് സൂക്ഷിച്ചുകൊണ്ട് ഉപയോഗിക്കണം. അത്രയും റിസൾട്ട് തരുന്ന നമ്മൾക്കുള്ള വിശ്വാസം ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ മനഃശക്തിയിലൂടെ ലോകത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ ഈ മനഃശക്തി ഇവിടെ പ്രകടമാക്കണം, ഇവിടെ കാണിക്കണം. അത്രയും ഉള്ളവർക്ക് മാത്രമായിട്ട് തരുന്ന ഒരു ഇതാണ്. വേണ്ടവർ ഞാൻ ലിങ്ക് തരാം, ഇപ്പൊ തന്നെ വാങ്ങിച്ചോളൂ. രണ്ടാമത്തെ കാര്യം, 789 റുപ്പീസിന്റെ നമ്മുടെ നാളെ രാവിലെയാണ് അതിന്റെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് തുടങ്ങുന്നത്. ആ ക്ലാസ്സിൽ ഇതുപോലുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇതുപോലുള്ള ചില രഹസ്യ നമ്പറുകൾ ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. രഹസ്യ നമ്പറുകൾ പഠിപ്പിക്കുന്നുണ്ട്, രഹസ്യമായ ചില കോഡുകൾ പഠിപ്പിക്കുന്നുണ്ട്. അത് പുറത്ത് ആർക്കും കൊടുക്കില്ല. 7 ദിവസത്തിൽ 7 കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഒരു ദിവസം നമ്പർ ആയിരിക്കും, ഒരു ദിവസം ആയിരിക്കും. പക്ഷെ അത് പ്രാക്ടീസ് ആണ്. അതിൽ കുറെ സമയം ഇരുന്ന് പഠിപ്പിക്കേണ്ട ഒന്നുമില്ല. ഞാൻ ചിലപ്പോൾ ക്ലാസ് ഒന്നും എടുക്കില്ല. ഒരു പേപ്പറിൽ എഴുതിയ ഒരു കട്ടിങ് മാത്രമേ ഇടുള്ളൂ. ഇന്ന ദിവസം ഇന്ന് മാത്രം ചെയ്തോളാം, നിങ്ങളത് കണ്ണടച്ചങ്ങ് ചെയ്തോളാം. അത്രയേ ഉള്ളൂ അതിനകത്ത്. കാരണം അത് അങ്ങനെ മാത്രം ചെയ്യാനുള്ളതാണ്. അതിന്റെ ഒരു 2-3 പാരഗ്രാഫ് എഴുതി അയച്ചിട്ടുണ്ടാവും. അത് വായിക്കുക, അതിനകത്ത് ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും, പുസ്തകത്തിൽ എഴുതി വെക്കുക, പ്രാക്ടീസ് ചെയ്തോളുക. ദിവസവും 3 നേരം പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ട്, രാവിലെ എഴുന്നേറ്റപ്പോ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ്, 3 സമയത്ത് നിങ്ങൾ 7 ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അതിലൂടെ നിങ്ങളുടെ വൈബ്രേഷൻ ഇപ്പൊ അളന്നു വെച്ചോളൂ. ഇപ്പോൾ നിങ്ങൾ എന്താ പറയാ, എങ്ങനെ പറയാ, ഒരു ലോവർ മൈൻഡ് സെറ്റ് ആണുള്ളതെങ്കിൽ 7 ദിവസം കൊണ്ട് നിങ്ങൾ പിടിച്ചാൽ കിട്ടുന്ന അപ്പുറത്താകും എന്നുള്ള ഉറപ്പാണ്. അത് ഞാൻ 100% ഉറപ്പ് പറയും. ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവരുണ്ട്, ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളൂ. അപ്പൊ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഓഡിയോ അവിടെ നിങ്ങൾ 199 റുപ്പീസ് കൊടുത്താൽ മതി. ഇവിടെയാണ് നോർമൽ ആണെങ്കിൽ 299 റുപ്പീസ് ആണ്. അത് നമുക്ക് അവർക്ക് വേണ്ടി ഒരു ഓഫർ കൊടുക്കുകയാണ്. ഇത്രേ ഉള്ളൂ. അതിലുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്ത 100-100ഓളം ആൾക്കാർ ആ കോഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് അവിടെ ആ എമൗണ്ട് കൊടുത്ത് ഈ ഓഡിയോ ഞാൻ അവിടെ കൊടുക്കും. കാരണം അത് 7ാമത്തെ ദിവസമേ കൊടുക്കുള്ളൂ, അതിന് മുമ്പ് കൊടുക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ വാങ്ങിക്കാം. ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ചാറ്റ് ബോക്സിൽ ഇടാം. ഓൺ ദ സ്പോട്ട് ഇനിയിപ്പോ നമുക്ക് എല്ലാ ക്ലാസ്സുകളും ഓൺ ദ സ്പോട്ട് പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആക്ടിവേറ്റ് ആവും. നമ്മളെ സിസ്റ്റം എല്ലാം ഓട്ടോമേഷനിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ചാറ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ പേയ്മെന്റ് പോകും. എത്ര പേര് ഇപ്പൊ പേ ചെയ്ത് വാങ്ങിക്കുന്നു നോക്കട്ടെ. ഇത്ര മൈൻഡ് സെറ്റ് ഇത്രയും ഇതുമായി മാറാൻ തയ്യാറായ എത്ര പേരുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ ഒന്ന് നോക്കട്ടെ. അത്രേ ഉള്ളൂ. ഇത് ഞാൻ അയച്ച ലിങ്ക് ഇട്ടിട്ട് ക്ലിക്ക് ചെയ്തോളൂ. ഗൂഗിൾ പേ ഓപ്പൺ ആവും. ഇമെയിൽ ID അടിക്കുക, മൊബൈൽ നമ്പർ അടിക്കുക, ഓട്ടോമാറ്റിക് ആ സാധനം ഓപ്പൺ ആയിട്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്, വാങ്ങിച്ചു. വേണ്ടവർക്ക് വാങ്ങിച്ചു. ലിങ്ക് അങ്ങനെ പേ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കണമെന്നാണ് ഞാൻ പറയാം. കാരണം വെച്ചാൽ നമ്മൾ ഇനി ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഓട്ടോമേഷനിൽ പോകണം. അതായത് നിങ്ങൾക്ക് എളുപ്പം, എനിക്കും എളുപ്പമാണ്. നിങ്ങൾ മൊബൈലിൽ ഡയറക്റ്റ് അങ്ങ് വരും. ആ സാധനം ഡയറക്റ്റ് ഏത് സമയത്തും പ്ലേ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേ വഴി പേയ്മെന്റ് അയക്കണം. അത് ഞങ്ങളിവിടെ രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇമെയിൽ ID അടിച്ചു കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്ത് അയച്ചു തരണം. അതിനേക്കാൾ നല്ല ഒറ്റ ക്ലിക്കിൽ ഈ സംഭവം വർക്ക് ചെയ്യും. എത്ര പേര് പെട്ടെന്ന് ചെയ്തോളൂ, നോക്കട്ടെ എത്ര പേരുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയണേ. എനിക്കിവിടെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇപ്പോൾ ഓപ്പൺ ആക്കി വെച്ചിട്ടില്ല. അത് ഇങ്ങോട്ടാണ് അയച്ചത്. ബിന്ദു അയച്ചു, ബിന്ദു ഇവിടെ അയച്ചു. ഓക്കെ, ഇവിടെ അയക്കുന്നവരുടെ അയച്ചോളൂ, കുഴപ്പമില്ല. 299 ആണ്, 222 ആണ് അല്ലേ? 789 ഓക്കെ. ബിന്ദു 789 മറ്റേ കോഴ്സ് ജോയിൻ ചെയ്തോ? ഓക്കെ. 789 പേ ചെയ്തവർ അവിടെ 7ാമത്തെ ദിവസം മതി. അവർക്ക് നിങ്ങൾക്ക് 7 ദിവസത്തോട് പ്രാക്ടീസ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യണ്ടോ, അതിന് മുമ്പ് വേണ്ട. അത് കഴിഞ്ഞിട്ട് അയച്ചാൽ മതി. ഇപ്പൊ അയക്കുന്നുണ്ട് അയച്ചോളൂ, പക്ഷെ അത് കഴിഞ്ഞിട്ട് മതി. പക്ഷെ ഈ ലിങ്കിലൂടെ നിങ്ങൾക്ക് പോകണം. 789 കോഴ്സ് എടുത്തവർക്ക് 199 ഉള്ളൂ. പക്ഷെ അത് 7ാമത്തെ ദിവസം നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പൊ ചെയ്യണമെന്നില്ല. അത് 7ാമത്തെ ദിവസം നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്യണം. ഇപ്പൊ ചെയ്യണമെന്നില്ല. ഇപ്പൊ ചെയ്തിട്ട് നിങ്ങൾക്ക് 7 ദിവസം പ്രാക്ടീസ് ഉണ്ട്. നാളെ മുതൽ ആ ക്ലാസ് അല്ലേ, അപ്പൊ അതിന്റെ പ്രാക്ടീസ് ഉണ്ടല്ലോ. യെസ്, ശ്രീകല മേനോൻ 299 അയച്ചിരിക്കുന്നു. ശ്രീകല മേനോൻ അപ്പൊ ഇമെയിൽ ID പാസ്വേഡ് എനിക്ക് അയച്ചു തരണം. ഇമെയിൽ ID അയച്ചു തരണേ. യെസ്, ലിങ്ക് ക്ലിക്ക് ചെയ്ത് പേ ചെയ്യുന്നവർ എത്രയുണ്ട്? ഇത്ര പേ ചെയ്തു. അറിയാം, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ലിങ്ക് ക്ലിക്ക് ചെയ്ത് പേ ചെയ്യാൻ പറ്റുന്നു. അത് അത്രയും നല്ല കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് യെസ്, കമോൺ.
യെസ്, താങ്ക് യു. യെസ്, സുധാകുമാരി, ബിന്ദു, ശ്രീകല, ലിങ്ക് ചാറ്റ് ബോക്സിൽ ഇട്ട് കിട്ടാം. ബീന വിനോദ് ലിങ്ക് വഴി പേയ്മെന്റ് പെൻഡിങ് ആണ്, വരുന്നില്ലല്ലേ? അതിലെ കൂടി വീണ്ടും പേയ്മെന്റ് വരുന്നില്ലല്ലോ. ബീന വിനോദ് വന്നില്ല, ആശാലക്ഷ്മി വന്നില്ല, ബീന ലതിക സനിൽ വന്നില്ല. അത് ഫെയിൽ ആവുന്നു. അപ്പൊ നിങ്ങൾ ഇപ്പുറത്തെ പേ ചെയ്തോ. ഞാൻ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കുറെ ശരിയായി എന്ന് പറഞ്ഞോണ്ടിരിക്കാം. നാളെ അടക്കുന്ന നാളെ അടച്ചു, എന്തിപ്പോ കുഴപ്പം? ഇന്നിപ്പോ അടക്കണം എന്നാരാ പറഞ്ഞു? നിങ്ങൾ ഓൺലൈൻ ഇത് അടച്ചോ. ഇതിന് നോർമലി പേ ചെയ്തോ കേട്ടോ. ഞാൻ എന്നിട്ട് ഇമെയിൽ ഐ ഡി എനിക്ക് അയച്ചതാണ്. എല്ലാവരും ഉണ്ടാവുമല്ലോ ഇമെയിൽ ഐ ഡി നമ്മൾ. ഞാനിപ്പോ തന്നെ ആക്ടിവേറ്റ് ചെയ്തേ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെന്താന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ ക്ലാസ്സിൽ എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ, നോക്കൂ, നമ്മുടെ വേദാന്തത്തിൽ പറയാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഈ അണ്ടകടായി ബ്രഹ്മാണ്ടത്തിലില്ല. നമുക്കത് ഉപയോഗിക്കാൻ പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, മറ്റൊരു ഭാഷയിൽ നമ്മൾ ഇത് പറയല്ലേ, നമ്മള് കണ്ണാടി നോക്കാത്ത മനുഷ്യരായിരുന്നു നമ്മൾ. നമുക്ക് നമ്മളെ അറിയില്ലായിരുന്നു അത്രയും കാര്യം. ഇതൊക്കെ നമ്മളിവിടെ ഉണ്ടായിട്ട് ഇവിടെ വന്ന് പഠിച്ചിട്ട് പോയിട്ട് പാശ്ചാത്യർ ഇത് മൊത്തം വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മളിതിനെ ആക്സെപ്റ്റ് ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പൊ ഇതിനൊന്ന് മനസ്സിലാക്കാനുള്ള വിഷയമാണ്. ഇതൊന്നും ഇനിയുള്ള ഇനിയുള്ള നമ്മുടെ പല ക്ലാസ്സുകളും ഇങ്ങനെയായിരിക്കും പോകുന്നത്. കാരണം ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് നിന്നാൽ മാത്രമേ, ആത്മീയത എന്ന് പറയുന്ന കാര്യത്തിലേക്ക് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ തത്വം. നമുക്ക് എപ്പോഴും സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് നമ്മുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എല്ലാം കണക്ട് ചെയ്യണം. സയൻസ് വേണം, സയൻസും കൂടി അറിഞ്ഞുകൊണ്ട്, സയൻസും കൂടി വന്നിട്ട് മാത്രമാണ്. സയൻസ് ഇല്ലാതെ ഒരു കാര്യമില്ല, ചർച്ചയില്ല. ഇനിയിപ്പോ അടുത്ത നമ്മള് 7 ചക്രാസ് മെഡിറ്റേഷൻ പുതിയ വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണമടക്കം 7 ദിവസവും നമ്മൾ ഓരോ ചക്രത്തിനെയും ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ അടക്കം കൃത്യമായ അളവുകൾ അടക്കം അറിഞ്ഞുകൊണ്ട് നമ്മൾ 7 ചക്ര മെഡിറ്റേഷൻ വീണ്ടും വരും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അമേസിംഗ് റിസൾട്ടാണ് ആൾക്കാർക്ക് ഉണ്ടായല്ലേ. അതുപോലെ നമുക്ക് ഓരോന്നും അതുപോലെ വരാൻ പോകും. യെസ്, താങ്ക് യു. ഒരുപാട് ആൾക്കാർ പേ ചെയ്തു, സക്സസ് ആയ ഒരുപാട് ആൾക്കാരുണ്ട്. പ്ലീസ് ചെക്ക് മൈ പേയ്മെന്റ്. ബീന വിനോദ് വന്നിട്ട് കാണുന്നില്ല. വിനോദ് അതിൽ ഫെയിൽഡ് എന്നാണ് എഴുതി കാണിക്കുന്നത്. ഇപ്പുറത്ത് ചെയ്തോളൂ. ബിന്ദു, ശ്രീകല, ഓക്കെ, യശോധ, അനിത, സുധാകുമാരി, രജിത ബി. സുധാകുമാരി 2 പേയ്മെന്റ് ചെയ്തോ. 789-ഉം 192 ഇപ്പൊ തന്നെ പേ ചെയ്തു വെച്ചു. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ? നമുക്ക് മാറ്റമുണ്ടാവണമെങ്കിൽ വെറുതെ ഇരുന്നിട്ട് പറഞ്ഞത് കൊണ്ട് മാറ്റമുണ്ടാവില്ല. ശരീരത്തിലും മനസ്സിലും അതിനു വേണ്ടിയിട്ടുള്ള ഫ്രീക്വൻസി നമ്മൾ സെറ്റ് ചെയ്യണം. അതിനനുസരിച്ചുള്ള ആ തലത്തിലേക്ക് നമ്മൾ ഉയരണം. ഫ്രീക്വൻസി സെറ്റ് ചെയ്യണം എന്നുള്ള വാക്കല്ല, ആ തലത്തിലേക്ക് നമ്മൾ ഉയരണം. അപ്പോൾ മാത്രമേ ഇത് സംഭവമാവുകയുള്ളൂ. അല്ലാതെ വെറുതെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നടക്കുകയില്ല എന്ന് തിരിച്ചറിയുക. ഇത്രയുമാണ് ഇന്നത്തെ സെഷനിൽ നമുക്ക് പറയാനുള്ളത്. നമുക്ക് ബിസിനസ് മെന്റർഷിപ്പ് ക്ലാസ്സിലേക്ക് പോകാനുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ഡൗട്ട് നിങ്ങൾ ചോദിച്ചോളൂ. 1 മിനിറ്റ് അൺമ്യൂട്ട് ചെയ്യാം, നിങ്ങൾ സംശയം ചോദിക്കാനായിട്ട്. താങ്ക് യു. ഡൗട്ട് ഉള്ളവർ ചോദിച്ചോളൂ കേട്ടോ. സാർ, നാളെ മെഡിറ്റേഷൻ കഴിഞ്ഞാണോ നമ്മുടെ രാവിലത്തെ ക്ലാസ്? സൺഡേ മെഡിറ്റേഷൻ ഇല്ലല്ലോ. സൺഡേ മെഡിറ്റേഷൻ ലീവ്. അല്ല സാർ, തിങ്കളാഴ്ച നമുക്ക് നാളത്തെ 7 മണിക്ക് ക്ലാസ്സിന്റെ പുതിയ ക്ലാസ് തുടങ്ങുന്നതിന്റെ പുതിയ ക്ലാസ് നാളെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ലൈവ് ക്ലാസ്. അല്ല, അതൊരു ഡിസ്കഷൻ. ബാക്കി എല്ലാ ദിവസവും വാട്സപ്പിലാണ്. വാട്സപ്പ് ക്ലാസ് അല്ലേ? നമ്മൾ 789 അടച്ചല്ലോ സാറേ നാളത്തെ 7 ദിവസത്തെ ക്ലാസ്സിന്. അപ്പൊ അത് നാളെ 7 മണിക്ക് തന്നെ ഉണ്ടോ? നാളെ സൺഡേയില് മനസ്സിലായില്ലേ? ഇല്ല, ഇപ്പൊ നമ്മൾ 789 അടച്ചില്ലേ? നാളെ തൊട്ട് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. 7 ദിവസം നാളെ തൊട്ട് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. നാളെ ഒരു ദിവസം ലൈവ് ക്ലാസ്, ബാക്കി എല്ലാ ദിവസവും അത് വാട്സപ്പിലുള്ള ക്ലാസ് ആണ്. ഓ, ശരി 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 ശരി. അത് ലൈവ് ക്ലാസ് അല്ല. അപ്പൊ നാളെ 7 മണിക്ക് തന്നെ തുടങ്ങും അല്ലേ? രാവിലെ ആണോ വൈകിട്ടോ ലൈവ് ക്ലാസ്? നാളെ രാവിലെ ഒരു ലൈവ് ക്ലാസ് നിങ്ങളെല്ലാം പരിചയപ്പെടാൻ വേണ്ടിയിട്ട്, ആരെ എന്തൊക്കെ വിഷയങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈവ് ഓറിയന്റേഷൻ ക്ലാസ് ആണ്. ക്ലാസ് എടുക്കില്ല. ഓ, ശരി ശരി ശരി. ക്ലാസ് എടുക്കില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പിന്നെ നാളെ രാവിലെ 7 മണിക്ക് ആ ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് ഇട്ടല്ല. പിന്നെ നാളെ രാവിലെ എത്ര മണിക്കെന്ന് ചോദിച്ചു. നാളെ രാവിലെ 7 മണിക്ക് നാളെ രാവിലെ 7 മണിക്ക് പുതിയ 7 ഡേയ്സിന്റെ ലോ ഓഫ് അട്രാക്ഷന്റെ ഓറിയന്റേഷൻ ക്ലാസ്. അത് കഴിഞ്ഞ് 8:30 മണിക്ക് നമ്മുടെ ലൈവ് ക്ലാസ് ഉണ്ട്. ഏതാണ്? പെയ്ഡ് ലൈവ് ക്ലാസ്. ലോ ഓഫ് അട്രാക്ഷന്റെ, ജേർണി ടു ഹാപ്പിനെസിന്റെ, ട്യൂൺ യുവർ മൈൻഡ് സെറ്റിന്റെ എല്ലാം കൂടിയിട്ടുള്ള ലൈവ് ക്ലാസ് 8:30 മണിക്കുണ്ട്. ഇതാണ് നമ്മുടെ സ്ഥിരമായിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക്
വൈകിട്ട് നമുക്ക് മറ്റ് ക്ലാസ്സുകൾ ഉണ്ടാവും. ചിലപ്പോൾ വൈകിട്ട് നാളെ ഒരു ഫ്രീ മെഡിറ്റേഷൻ ഉണ്ടായെന്ന് വരും. അത് എന്റെ സമയത്തിനനുസരിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു. ഒരുപാട് പേ ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു. ഇനി എന്താ ഡൗട്ട് ചോദിച്ചോളൂ, പെട്ടെന്ന് ചോദിച്ചു. ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. സാറേ ഞാൻ സുലോചന. ഈ 1-to-1 മെഡിറ്റേഷൻ അതെങ്ങനെയാണ് സാറേ? 1-to-1 മെഡിറ്റേഷൻ ആണ് അത്. അത് ഭയങ്കര പവർഫുൾ ആയ മെഡിറ്റേഷൻ. പക്ഷെ ഇപ്പോ ഈ മാസം 1-to-1 എപ്പോഴാണ് 1-to-1 ഉള്ള? ഈ മാസം 1-to-1 ഉണ്ട് ഈ മാസം? അല്ല ഞാൻ 1-to-1 ഈ മാസം ഇല്ലാന്ന് തോന്നുന്നു. അല്ല ഈ മാസം അല്ല, സാറിനോട് ഞാൻ സംശയം ചോദിച്ചതാണ്. 1-to-1 എന്നിട്ട് നമുക്കൊരു മെഡിറ്റേഷൻ ഉണ്ട്. അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ. കഴിഞ്ഞ രണ്ട് ബാച്ച് ആയിട്ടായിട്ട് നടത്തി. അതിനുശേഷം പിന്നെ നമുക്ക് സമയം ശരിയായില്ല. അതൊരു ടെക്നിക്കാണ്. എന്താന്ന് ചോദിച്ചാൽ എനിക്ക് മെഡിറ്റേഷന് ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സ് കൃത്യമായിട്ട് വരുന്നില്ല. മെഡിറ്റേഷൻ ഇരിക്കാൻ മനസ്സ് വരുന്നില്ല എന്നോ? മനസ്സ് വേറെ സ്ഥലത്ത്, നിങ്ങൾ വേറെ സ്ഥലത്ത് നിന്നാണോ? അല്ല, ഞാൻ ഇരിക്കുന്നിടത്തെ മനസ്സെനിലേക്കേ. അല്ല, അത് മെഡിറ്റേഷൻ ചെയ്യാൻ മാത്രം വരാത്തതല്ലോ. ഒന്നിനും വരുന്നില്ല എന്നല്ലേ? മെഡിറ്റേഷന് മാത്രം വരാത്താണോ അത്? അതെ, മെഡിറ്റേഷന് ഞാൻ വന്നിട്ടില്ല സാറേ. സാറിന്റെ മെഡിറ്റേഷൻ യൂട്യൂബിലൂടെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് വരാൻ സാറേ, അത് വരാനേ പറ്റാത്തൊരു സാഹചര്യം ഉള്ള ആളാ ഞാനും എന്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് മക്കളില്ല. സാമ്പത്തികമായിട്ട് ഇപ്പൊ കുറച്ച് ഇതിലൂടെ പോയത് കൊണ്ട് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല മെഡിറ്റേഷനിൽ. അതുകൊണ്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോഴാണോ മനസ്സ് വേറെ സ്ഥലത്ത്, നിങ്ങൾ വേറെ സ്ഥലത്ത് പോകുന്നത്? അപ്പൊ അതിന് സൊല്യൂഷൻ ഉണ്ടോ? അപ്പോഴും ഒരു സൊല്യൂഷൻ ഇല്ല. അപ്പൊ സൊല്യൂഷൻ ഇല്ല. എന്നാ ഇങ്ങനെ സൊല്യൂഷൻ ഉണ്ടോ നോക്കിയാലോ? മനസ്സും നിങ്ങളും ഒരു സ്ഥലത്ത് ഇരുന്നാലോ സൊല്യൂഷൻ ഉണ്ടായാലോ? ഉണ്ടാകണം. അതാണ് സാറിനോട് ഞാൻ ചോദിച്ചത്. അല്ല, അങ്ങനെ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ സൊല്യൂഷൻ, നിങ്ങളുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നിങ്ങളൊരു സ്ഥലത്ത് മനസ്സൊരു സ്ഥലത്തും ആയതുകൊണ്ടാണ്. ഇത് രണ്ടും ഒരു സ്ഥലത്ത് നിൽക്കേണ്ട സാധനമാണ്. നിങ്ങൾ രണ്ട് സ്ഥലത്ത് നിന്നിട്ട് അത് അങ്ങനെയാണ് എന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ എന്താ പറയാ, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം നിങ്ങൾ എവിടെ ഇരിക്കുന്നു അവിടെ നിങ്ങളുടെ മനസ്സ് വേണം. അത് ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാവുന്നത്. അത് ടെൻഷൻ കാരണമാണ് സാറേ. സാറിന്റെ ക്ലാസ്സിൽ കയറാൻ തുടങ്ങിയപ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ അതല്ലാത്തത് കൊണ്ടാണ് ടെൻഷൻ ഉണ്ടാവുന്നത്. നിങ്ങൾ പറയുന്നത് ടെൻഷൻ കാരണമാണ് ഇങ്ങനെയെന്നല്ലേ? അല്ല, നിങ്ങളുടെ മനസ്സും ശരീരവും രണ്ട് സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവുന്നത്. രണ്ട് തിരിച്ചാണ്. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. നിങ്ങൾക്ക് ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ മനസ്സൊരു സ്ഥലത്ത് ശരീരം മറ്റൊരു സ്ഥലത്തും എന്ന് പറയുന്നതല്ല ശരി. പകരം നിങ്ങളുടെ മനസ്സും ശരീരവും രണ്ട് സ്ഥലത്തായത് കൊണ്ടാണ് ടെൻഷൻ ഉണ്ടാകുന്നത്. ഇതാണ് സത്യം. ഇതിലേക്ക് എത്താനാണ് നമ്മൾ ഈ എല്ലാം പറഞ്ഞു പഠിച്ചു മനസ്സിലാകുന്നത്. അതിലേക്ക് എത്താൻ പറ്റുന്നില്ല സാറേ. അതാണ് എന്തോ, അത് എനിക്കറിയില്ല എന്താണെന്ന്. ഞാൻ സാറിനോട് പറഞ്ഞല്ലോ, എനിക്ക് മക്കളില്ല. പക്ഷെ ആങ്ങളയുടെ മകൻ കൂടെ വന്ന് നിന്ന് ഭയങ്കര പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് നേരിട്ട് സംസാരിക്കാം. ഇവിടുത്തെ സംസാരിച്ച അവിടെ എത്തൂല. അതുകൊണ്ട് നേരിട്ട് സംസാരിക്കാൻ എപ്പോഴാ പറ്റും സാറേ? ഇപ്പൊ ഈ ആഴ്ച സമയമുണ്ട്. ഈ ആഴ്ചക്ക് ഞാൻ ഓൾറെഡി ഈ ആഴ്ച അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി എല്ലാവരോടും പറഞ്ഞിരുന്നു. അടുത്ത ആഴ്ച വീണ്ടും ഞാൻ ബിസി ആവും. ഈ ഒരാഴ്ചയിൽ എനിക്ക് കുറച്ച് സമയമുണ്ട്. നാളത്തെ സൺഡേ നാളെ ഞായറാഴ്ചയല്ലേ? നാളെ ബുക്കായി. അല്ല, നാളെ കൊണ്ടല്ല, തീരുമല്ലോ എന്നാ പറഞ്ഞേ. ഈ ആഴ്ച അല്ല, ഈ വരുന്ന ആഴ്ച, നാളെ മുതലുള്ള ആഴ്ച, നാളെ മുതൽ തുടങ്ങുന്ന ആഴ്ച. ഞാൻ സാറിന്റെ കൊച്ചി പ്രോഗ്രാമിൽ വന്നതുമാണ്, സ്റ്റോൺ വാങ്ങിയതുമാണ്. പക്ഷെ എന്നിട്ടും എനിക്ക് എന്തുകൊണ്ടോ അതൊന്നും. പക്ഷെ വന്നത് കൊണ്ടോ സ്റ്റോൺ മേടിച്ചത് കൊണ്ടോ ആയില്ല. അതിന്റെ പ്രാക്ടീസ് ഇല്ലല്ലോ. പ്രാക്ടീസ് ചെയ്യാൻ ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുള്ളൂ, ചില ദിവസം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ദിവസവും പ്രാക്ടീസ് ചെയ്തിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ഇരിക്കണം സാറേ. അവൻ വന്ന് പ്രശ്നങ്ങൾ ഓപ്പൺ ആവുന്നില്ല. ഞാൻ ഓപ്പൺ ആവുന്നില്ല. പബ്ലിക് റെക്കോർഡിംഗ് ആയതുകൊണ്ട്. താങ്ക് യു. ഈ സമയത്ത് തന്നെയല്ലേ പേ ചെയ്ത ക്ലാസ്? ഏതാണ് സുജാത പേ ചെയ്ത ക്ലാസ്? ഇപ്പൊ പേ ചെയ്തില്ലേ 299? അത് ഈ ടൈം തന്നെയാണോ നാളെ? 299 ഞാൻ ഇത് ക്ലാസ്സിനെ പറ്റി പറഞ്ഞോ? അതൊരു ഓഡിയോ എന്ന് കൃത്യം പറഞ്ഞില്ലേ? അത് കേൾക്കുക. അത് കേൾക്കുന്ന സമയം ഏതാണെന്ന് നിങ്ങൾ തീരുമാനിച്ചോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കേട്ടോ. അല്ല, അത് നമുക്ക് കൊളാബിലാണോ കിട്ടുക? കൊളാബിലാണ് ഏറ്റവും നല്ലതല്ലേ? കൊളാബ് ആകുമ്പോൾ നല്ല സൗണ്ട് ക്വാളിറ്റിയോട് കിട്ടും. മറ്റേ വാട്സാപ്പിൽ ഫയൽ ചെറുതാവും. അതിൽ കിട്ടും അല്ലേ? കൊളാബ് ഓൾറെഡി ഉണ്ടോ സുജാതക്ക്? അതൊന്ന് ഇമെയിൽ ഐ ഡി ഒന്ന് എഴുതി അയക്കണേ എല്ലാരും. പേ ചെയ്തവരെല്ലാരും ഇമെയിൽ ഐ ഡി ഇടണേ കൊളാബിലേക്ക് തരാൻ. കൊളാബ് അല്ല മറ്റേതാണ് വേണ്ടതെങ്കിൽ വാട്സപ്പ് വേണ്ടവർ വാട്സപ്പ് പറഞ്ഞാൽ മതി. പക്ഷെ
ഫയൽ കംപ്രസ് ആവും മാക്സിമം. കുറച്ച് കഴിയുമ്പോൾ വാട്സപ്പ് പോകുമല്ലോ. കൊളാബ് എടുക്കുന്നത് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് എപ്പോഴും കൊളാബിൽ ഉണ്ടാവുക സാർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കേട്ടോ. കൊളാബ് ഉണ്ടായാലും എഴുതി അയക്കണം, അല്ലെങ്കിൽ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ യൂട്യൂബ് വ്യൂവേഴ്സിനോട് ഉള്ളത്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അഡ്മിനെ വിളിച്ചോളുക. എന്നിട്ട് ഒരു ലിങ്ക്, ഞാൻ ലിങ്ക് കൂടി വർക്കിംഗ് ആണെങ്കിൽ ലിങ്കും കൂടി തന്നേക്കാം, ഇല്ലെങ്കിൽ അഡ്മിനെ വിളിക്കുക, നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് തരും. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.